ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വെബിനാർ ജാമിൽ നമ്മൾ കാണുന്ന ഒരു വെബിനാർ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, അതും തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറിന്റെ ഒന്നും സഹായമില്ലാതെ. വെബിനാർ ജാം എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വെബിനാർ ജാം എന്ന് പറയുന്നത് ശരിക്കും രണ്ട് ടൂളിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. വെബിനാർ ജാം, എവർ വെബിനാർ. നമ്മൾ നോർമലി സൂമിലൊക്കെ നമ്മൾ വെബിനാർസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. എന്നാൽ ഇതേ വെബിനാർസ് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ എന്നും ഒരേ കണ്ടന്റ്, ഒരേ മാറ്റർ ആണ് നിങ്ങൾ വെബിനാർസ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഇത് എടുക്കുക എന്ന് പറയുന്നത് ഒരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ ഈ ഒരു വെബിനാർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വൺസ് എടുത്തതിന് ശേഷം, അതായത് വെബിനാർ ജാമിൽ ഈ ഒരു വെബിനാർ ലൈവ് ആയിട്ട് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് എവർ വെബിനാറിന്റെ ഹെൽപ്പോടെ നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഓട്ടോമേറ്റ് ചെയ്ത് വരുന്ന ഒരു വെബിനാർ, നമ്മൾ കാണുന്ന ഒരു വെബിനാർ എങ്ങനെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ജസ്റ്റ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വെബിനാറിൽ എവിടെയെങ്കിലും ഒരു ബ്ലാങ്ക് സ്പേസിൽ ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം വ്യൂ പേജ് സോഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് കൺട്രോൾ യു എന്ന് പറഞ്ഞിട്ട് കീബോർഡിൽ ഷോർട്ട് കട്ട് യൂസ് ചെയ്താലും മതി. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആ പേജിന്റെ ഒരു സോഴ്സ് കോഡ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അതിനുശേഷം കൺട്രോൾ എഫ് എന്നുള്ള ഈ ഒരു ഷോർട്ട് കട്ട് കൊടുക്കുക. അതിനുശേഷം അവിടെ MP4 എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്യുക. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം യൂസ് ചെയ്തതിനെ കൊണ്ടാണ് അവിടെ MP4 എന്നുള്ള ഓട്ടോമാറ്റിക് വന്നത്. നിങ്ങൾക്ക് അങ്ങനെ വരില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് MP4 എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. MP4 എന്ന് പറഞ്ഞ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ സെലക്ടഡ് ആയി വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഈ MP4ന്റെ കൂടെയുള്ള ഈ ലിങ്ക് ഇവിടെ HTTPS എന്നുള്ളത് വരെ നിങ്ങൾ സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഞാൻ അത് ഇവിടുന്ന് കോപ്പിയാണ്, കൺട്രോൾ C അടിച്ച് ഞാൻ ഇവിടെ കോപ്പി ചെയ്യാണ്. അതിനുശേഷം പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്ത ശേഷം അത് ജസ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഇതിൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഈ ഒരു സ്ലാഷ്, അതായത് കറക്റ്റ് അല്ലാതെ കിടക്കുന്ന ആ സ്ലാഷ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ക്ലിയർ ചെയ്തതിന് ശേഷം ജസ്റ്റ് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഈ ഒരു വെബിനാർ ആ ഒരു വീഡിയോ ആയിട്ട് വരും. അപ്പൊ അതിനുശേഷം ഇവിടെ ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ അവിടെ ഈസി ആയിട്ട് യാതൊരുവിധ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പും ഇല്ലാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.